ഓണമായിട്ട് പായസം ഇല്ലാതെ എന്താഘോഷമല്ലേ. മുൻപ് ഞാൻ പാലട പായസം ഉണ്ടാക്കുന്നത് കാണിച്ചല്ലോ. ഇന്ന് നമുക്കൊരു ചവ്വരി പായസം ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം ഞാനൊരു 1.25 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് അടി കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഞാനൊരു കാരമലൈസ് ചെയ്തിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മിക്കപ്പോഴും എല്ലാ പായസങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് നല്ലോണം എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് കരിയും. അങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ ഇളക്കിയും കൊടുക്കണം. പിന്നെ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് ഭയങ്കര മണമാണ് ഇതിന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും അങ്ങനെ നമുക്ക് ഫുൾ പാല് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം, എങ്കിലാണ് ആ കാരമലായിട്ട് കട്ടിയായിട്ടുള്ള പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് നല്ലൊരു പരുവത്തിലെത്തുള്ളൂ. അന്നേരം ഈ പാലിനൊരു ക്രീമി ഒരു കളറും കിട്ടും, നല്ല മണവും നല്ല രുചിയാണ്, ഒരു മിഠായിയുടെ സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇനി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചിലർ ചവ്വരി കഴുകിയിടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ചേർക്കാറുള്ളത്. ആ ഒരു വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ്റ്റഡ് വെർമിസെല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ച് മതിയിട്ട് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് വെർമിസെല്ലി സേമിയ കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ലോണം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് വേറെ കുറച്ച് മേമ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുള്ളത്. മറ്റൊന്നുമല്ല, ഏലക്കായാണ്. ഞാനിപ്പോൾ ഒരു 5 ഏലക്കായ കുത്തി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. ഇനി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് നെയ്യിലാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ചവ്വരി പായസം. നല്ല ടേസ്റ്റാട്ടോ. ഞാനൊരു ആഡംബരത്തിന് വേണ്ടിയിട്ട് വാഴയിലയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വെട്ടി അതിലാണ് വിളമ്പിയിരിക്കുന്നത്, കാണാൻ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ചവ്വരി നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരമലൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. സോ ഉണ്ടാക്കിയ അഭിപ്രായം പറയാം. ടാറ്റാ.